നമസ്കാരം. ഇന്ന് അടുത്ത മുദ്രയുമായി വന്നിരിക്കുകയാണ്. ഞാൻ മുദ്ര ട്രെയിനറോ അല്ലെങ്കിൽ മുദ്ര പ്രത്യേകം പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ യൂട്യൂബിൽ കാണുന്നതാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെക്കി അറ്റോൺമെൻ്റ് എടുത്ത കാരണം എനിക്ക് മുദ്രയും വർക്ക് ചെയ്യും. റെക്കി എടുത്തിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. ഡയബറ്റിക് മുദ്രയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപാന വായു മുദ്ര, അതായത് മോതിരവിരൽ, നടുവിരൽ, തള്ളവിരൽ കണ്ട ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് 10 മുതൽ 15 മിനിറ്റ് 20 മിനിറ്റ് വരെ ഇങ്ങനെ പിടിക്കുക. അതിപ്പോൾ പ്രാർത്ഥനയിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ മെഡിറ്റേഷൻ സമയത്ത് അത് കാലിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അല്ല, യാത്ര ചെയ്യുമ്പോൾ, യാത്രകളിലും ഇങ്ങനെ വയ്ക്കാം. TV കാണുമ്പോൾ വയ്ക്കാം. ഇതൊന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. മരുന്നും മന്ത്രമൊന്നുമില്ല. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 4-5 മാസം മുമ്പ് വരെ, അതായത് 2021 എനിക്ക് ഷുഗർ ഡയബറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഗ്ലൈസിഫേജ് സ്ഥിരമായിട്ട് 2 നേരം കഴിക്കുന്നുണ്ട്. എനിക്ക് 3-4 മാസം മുമ്പ് വരെ, 4-5 മാസം മുമ്പ് വരെ ഫാസ്റ്റിംഗ് ഷുഗർ 200-300ൻ്റെ ഉള്ളിലാണ് നിന്നിരുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം ആയാലും മധുരം കുറച്ചു, ചോറിൻ്റെ അളവൊക്കെ കുറച്ചിരുന്നു. ഇപ്പോൾ ഹോമിയോ മരുന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ മുദ്ര അത് സ്ഥിരമായിട്ട്, ഞാൻ വൈകുന്നേരം ഒരു അരമണിക്കൂറോളം പ്രാർത്ഥനയ്ക്കിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഓരോ മുദ്രകൾ മാറ്റി മാറ്റി ചെയ്യും. എനിക്ക് ആവശ്യമുള്ള മുദ്രകൾ ഞാൻ യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓരോ മുദ്ര ചെയ്യുമ്പോഴും അത് മാറ്റേണ്ട സമയം എൻ്റെ കയ്യിൽ തനിയെ വരും. ഞാൻ പറഞ്ഞല്ലോ, റെക്കിയുള്ള കാരണം എനിക്കതറിയാം. തനിയെ എൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ട് വേറെ മുദ്രയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ മരുന്നിൻ്റെ ഭാഗം മാത്രമല്ല, മരുന്നും ഭക്ഷണ നിയന്ത്രണവും ഈ പറഞ്ഞ മുദ്രകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആരോഗ്യമായാലും സൗന്ദര്യമായാലും എല്ലാം നമ്മുടെ കൈകളിൽ തന്നെ. അത് ചെയ്യാനുള്ള മനസ്സും കൂടി വേണം. പുച്ഛിച്ച് തള്ളാനുള്ളതല്ല. ചെയ്തു നോക്കുക.